സിദ്ദിഖ് എവിടെ എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിദ്ദിഖ് ഇന്നലെ എറണാകുളത്തുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് അദ്ദേഹം അപ്രത്യക്ഷനാണ്. എങ്ങനെയാണ് അദ്ദേഹം അപ്രത്യക്ഷനായത്? ഇന്ന് മുൻകൂർ ജാമ്യം ഉണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയാകും എന്നിരിക്കെ സിദ്ദിഖിനെ അവർ പോലീസ് SIT നിരീക്ഷണത്തിൽ വെച്ചിരുന്നില്ലേ? രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കോ? ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ ഉയരുമ്പോൾ റിയ ബേബി സിദ്ദിഖിന്റെ വീടിന് മുമ്പിൽ നിന്നുണ്ട്. റിയ, രണ്ട് വീട്ടിലും എറണാകുളത്തും ആലുവയിലുമായിട്ട് 2 വീടുകൾ സിദ്ദിഖിനുണ്ട്. രണ്ടിടത്തും സിദ്ദിഖില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം എവിടെ എന്നുള്ളതിനെ സംബന്ധിച്ച വിദൂരമായ സൂചനയെങ്കിലും ഉണ്ടോ? അഭിലാഷ്, ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കാക്കനാട് പടമകളുള്ള ഈ വീട്ടിലും ആലുവ കുട്ടമശ്ശേരിയിലെ വീട്ടിൽ നിന്നും സിദ്ദിഖ് മാറി. അതായത് ആ നിമിഷം മാറിയെന്നല്ല, അതിന് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് സിദ്ദിഖ് 2 വീട്ടിൽ നിന്നും മാറിയിരിക്കുന്നു, ഒളിവിൽ പോയിരിക്കുന്നു. സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതിന് തൊട്ടടുത്ത ദിവസം വരെ സിദ്ദിഖ് കാക്കനാട് പടമകളുള്ള ഈ വീട്ടിലുണ്ട് എന്നതാണ് അറിയാൻ കഴിഞ്ഞ വിവരം. അങ്ങനെയെങ്കിൽ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ എത്തുന്നു എന്ന വിവരം പ്രത്യേക അന്വേഷണ സംഘത്തിന് അറിയാം, പോലീസിനറിയാം. പിന്നെ എന്തുകൊണ്ട് സിദ്ദിഖിന് ഈ വീടുകളിൽ നിന്ന് മാറാൻ ഒരു അവസരം നൽകിയതാണ് പ്രധാനമായും അന്വേഷണ സംഘത്തിന് നേരെ ഉയരുന്ന വിമർശനം. പോലീസിന്റെ എല്ലാ സംവിധാനങ്ങളും എവിടെയായിരുന്നു? സിദ്ദിഖിനെ നിരീക്ഷിക്കാൻ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ലേ? ഇതിനു മുമ്പ് നേരത്തെ അഭിഭാഷകൻ സൂചിപ്പിച്ചതുപോലെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സിദ്ദിഖ് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയാതിരുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യമാണ് വലിയ വിമർശനമായി ഉയർന്നു വരുന്നത്. എന്തായാലും ഈ 2ഇടത്തും സിദ്ദിഖില്ല. കുട്ടമശ്ശേരിയിലെയും കാക്കനാട് പടമുകളിലെയും വീട്ടിൽ നടൻ സിദ്ദിഖില്ല. ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയെന്ന വാർത്ത വന്നതിന് പിന്നാലെ സിദ്ദിഖിന്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. ഇന്നലെ രാത്രി തന്നെ സിദ്ദിഖ് എറണാകുളത്ത് നിന്ന് മാറിയിരിക്കാമോ? അങ്ങനെ വേണമോ വിചാരിക്കാൻ? എന്തായാലും ഈ ഉത്തരവ് വന്നതിന് ശേഷം അതിനു മാത്രം മാറാൻ മാത്രം സമയം ഉണ്ടായിട്ടില്ല. അദ്ദേഹം എറണാകുളം ജില്ലയിൽ അല്ലെങ്കിൽ എവിടെ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് അന്വേഷണ സംഘം ഇദ്ദേഹത്തിന് മുകളിൽ ഒരു നിരീക്ഷണം വെച്ചില്ല എന്ന ചോദ്യം വേറെയുമാണ്. അതെ, ഈ ഉത്തരവ് വന്നതിന് തൊട്ട് പിന്നാലെയല്ല, ഇന്നലെ ഏതാണ്ട് ഉച്ചവരെ സിദ്ദിഖ് ഇവിടെ ഉണ്ട് എന്ന ചില സൂചനകളാണ് പുറത്തു വരുന്നത്. അതിനുശേഷം സിദ്ദിഖ് മാറി. അതായത് അവസാന ഘട്ടത്തിൽ ഒരു പക്ഷേ കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായെങ്കിൽ ഒരു അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചന സിദ്ദിഖിന്റെ മുമ്പിലുണ്ടായിരുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ട് സിദ്ദിഖ് ഇവിടെ നിന്ന് മാറി എന്നതാണ് പുറത്തു വരുന്ന വിവരം. അതിനുശേഷമാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഒരിക്കലും ഇത്തരം ഒരു അറസ്റ്റ് മുന്നിൽ കാണുന്ന ഒരാൾ അവസാന നിമിഷം ഇവിടെ നിന്ന് മാറുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തില്ല. അതിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് മാറാനുള്ള സാധ്യതയാണുള്ളത്. മുമ്പും സിദ്ദിഖ് സമാനമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തതാണ്. അത് മുന്നിൽ കാണാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നതാണ് വലിയ വിമർശനമായി ഉയർന്നു വരുന്നത്. കൊച്ചിയിലെ ഹോട്ടലുകളിൽ സിദ്ദിഖ് ഉണ്ടോ എന്ന ചില പരിശോധനകൾ പോലീസ് നടത്തുന്നുണ്ട്. മുമ്പ് സിദ്ദിഖ് താമസിച്ചിരുന്ന ചില ഹോട്ടലുകൾ, സിദ്ദിഖുമായി അടുപ്പമുള്ള ചിലരുടെ ഹോട്ടലുകളൊക്കെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും അങ്ങനെ ഒരിടത്ത് സിദ്ദിഖിനെ കണ്ടെത്താനായിട്ടില്ല. സിദ്ദിഖിന്റെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധന ഇതാണ് സിദ്ദിഖുമായി ബന്ധപ്പെട്ട വിവരം. 2 വീട്ടിലും കാക്കനാടും അതുപോലെ തന്നെ ആലുവയിലുമുള്ള 2 വീട്ടിലും സിദ്ദിഖില്ല. സിദ്ദിഖിന്റെ മൊബൈൽ ഫോണുകൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. എവിടെയാണെന്ന് പോലീസിന് അറിയില്ല. എന്തായാലും അറസ്റ്റ് അനിവാര്യമായ ഘട്ടത്തിൽ സിദ്ദിഖ് കടന്നിരിക്കുന്നു എന്ന് വളരെ വളരെ